ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് ഹരിനാമ കീർത്തനത്തിലെ ശ്ലോകം 12 എടുക്കുന്നത്. നക്ഷത്രപംക്തികളും ഇന്ദുപ്രകാശവും ഉദിക്കും ദിവാകരൻ ഉദയിച്ചങ്ങുയർന്നളവ് പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്നടിമ നാരായണായ നമാം. നക്ഷത്ര പംക്തികളും ഇന്ദുപ്രകാശവും, അതായത് നക്ഷത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രനും ഒക്കെ തന്നെ സൂര്യനെ കാണുമ്പോഴേക്കും അതിന്റെ പ്രകാശമൊക്കെ മങ്ങി അതെവിടെയോ പോയി ഒളിക്കും. അതേപോലെ തന്നെ പക്ഷികളൊക്കെ തന്നെ, ചെറിയ പക്ഷികളൊക്കെ തന്നെ പക്ഷികളുടെ രാജാവായ ഗരുഡനെ കാണുമ്പോൾ കൈ തൊഴുത് ശരണാഗതി പ്രാപിച്ച് എവിടെയോ പോയി ആശ്രയം പ്രാപിക്കും. ഈ രണ്ട് ഉപമ എഴുത്തച്ഛനിവിടെ പറഞ്ഞിരിക്കുകയാണ്. അത് ആദ്യത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളുടെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും ഒക്കെ തന്നെ ജ്ഞാനമാകുന്ന പ്രകാശം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ അതെല്ലാം കെട്ടടങ്ങും. ജ്ഞാനപ്രകാശം വന്നു കഴിയുമ്പോൾ കെട്ടടങ്ങും എന്നുള്ളതാണ് ആദ്യത്തേത്. നക്ഷത്ര പംക്തികളും ഇന്ദുപ്രകാശവും. അടുത്തത്, ഈ ഗരുഡനെ ഉപമിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രാണനുണ്ട്. അപ്പം ആ പ്രാണവായുവിനോട് ചേർന്നാണല്ലോ നമ്മളുടെ ആത്മാവ് ഇരിക്കുന്നത്, അല്ലെ? ഈ പ്രാണനും ഉപപ്രാണനും എല്ലാം ശരിയായിട്ടുള്ള ആ പ്രാണൻ എന്ന് പറഞ്ഞ നമ്മുടെ ആത്മാവാണ്. ആത്മാവ് ആണ് സർവ്വതിനും സാക്ഷിയായിട്ടിരിക്കുന്നത്. ആ ആത്മാവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ, ആ പരമാത്മാവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ അല്ലെങ്കിൽ ചേർന്ന് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ, അതായത് പരമാത്മാവിനെയും ജീവാത്മാവിനെയും രണ്ട് പക്ഷികളായിട്ടാണ് കാണുന്നത്, അല്ലെ? ഒരു ഒരു വൃക്ഷത്തിന്റെ രണ്ട് ശാഖയിലുള്ള പക്ഷികൾ. താഴത്തെ ശാഖയിലുള്ളത് പക്ഷി ജീവാത്മാവും, മുകളിലത്തെ ശാഖയിലുള്ള പക്ഷി എന്തായിട്ടാണ് കാണുന്നത്? പരമാത്മാവായിട്ട് കാണുന്നത്. ഇവിടെ ഗരുഡൻ ആയിട്ട് പറയുന്നത് പരമാത്മാവും, താഴത്തെ ശാഖയിലുള്ള പക്ഷി ജീവാത്മാവുമായിട്ടാണ് പറയുന്നത്. പക്ഷീഗണം, അതായത് ഈ ആത്മാവും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രാണനും എല്ലാം തന്നെ ആ പരമാത്മാവിലേക്ക് വിലയം പ്രാപിക്കും. അല്ലയോ ഹരിനാരായണ ഭഗവാനെ എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നത്. ഹരേ കൃഷ്ണ.